ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു 2 ആഴ്ചയായിട്ട് കുറച്ച് നല്ല പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? കാരണം നമ്മുടെ NTPCയുടെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? മാർച്ച് 16 മുതൽ മാർച്ച് 27 മുതലാണത് നമ്മുടെ NTPC എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെവൽ പ്രിപ്പറേഷൻ സമയത്ത് അവസാനം ഇനി എക്സാംസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സാംസ് എന്തായിരിക്കും, എങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നത്, ഓക്കെ, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നിങ്ങൾ എന്താണ് വളരെ കൂളായിട്ട് എക്സാമിനെ എപ്പോഴും അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ NTPC എക്സാം എഴുതാൻ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് പോലെ നമ്മളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് NTPC സ്പ്രിന്റ് ലൈവ്. ഓക്കെ, ലൈവ് സെക്ഷൻ. നിങ്ങൾക്ക് ഇനിയുള്ള എക്സാംസ് ഒരു 2 ആഴ്ച കൊണ്ടുള്ളൂ. അപ്പോൾ 2 ആഴ്ച നിങ്ങളെ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഇരുത്താൻ വേണ്ടി നിങ്ങൾക്ക് 100% എന്താണ് ഒരു ബൂസ്റ്റപ്പ് നൽകാൻ വേണ്ടി നമ്മൾ 2 ആഴ്ച കൃത്യമായിട്ടുള്ള ലൈവുകൾ ലൈവ് സെക്ഷൻസ് തന്നിട്ട് നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കംപ്ലീറ്റ് ലൈവ് സെഷൻ നമ്മൾ 2 ആഴ്ച നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് മൺഡേ മുതലാണ്. അതായത് 2 മുതൽ. ഓക്കെ, 2 മുതൽ. ഓക്കെ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഓക്കെ, ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിരിക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ സെഷൻസ് ആയിരിക്കും. ഡീറ്റെയിൽ ടൈം ടേബിളും അതിൻ്റെ ടൈമും ആണിത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് മൺഡേ. ഓക്കെ, മൺഡേ എല്ലാ ദിവസവും നമ്മൾ ലൈവ് പോകുന്നത് 7 മണിക്കായിരിക്കും. 7 മണിക്ക് നമ്മുടെ SC മലയാളി ചാനലിൽ ലൈവ് നമ്മൾ പോകുന്നതായിരിക്കും. നോക്കി, അതായത് മൺഡേ 7 മണിക്ക് 7 മണിക്ക് നമ്മൾ ഫസ്റ്റ് സെഷൻ ജനറൽ നോളജ് ആയിരിക്കും. സെക്കൻഡ് ഡേ, ഓക്കെ, ട്യൂസ്ഡേ 7 മണിക്ക് മാത്സ് സെഷൻ ആയിരിക്കും. വെനസ്ഡേ വരുമ്പോഴാണെങ്കിൽ റീസണിങ് ആയിരിക്കും. വീണ്ടും അഗെയിൻ തേഴ്സ്ഡേ എന്തായിരിക്കും, ജനറൽ നോളജ് ആയിരിക്കും. ഫ്രൈഡേ അഗെയിൻ മാത്സ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് അടുത്ത ഒരു വീക്കിലെ നിങ്ങളുടെ ലൈവ് സെഷൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഒരു വീക്ക് നമ്മൾ സെയിം പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, 9th മൺഡേ എന്തായിരിക്കും, മൺഡേ ജനറൽ നോളജ്, ട്യൂസ്ഡേ മാത്സ്, വെനസ്ഡേ റീസണിങ്, തേഴ്സ്ഡേ അഗെയിൻ ജനറൽ നോളജ് ആൻഡ് ഫ്രൈഡേ മാത്സ്. ഓക്കെ, ഈ ഒരു ടൈം ടേബിൾ വെച്ച് എല്ലാ ദിവസവും 7 മണിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ്, കാര്യങ്ങളൊക്കെ, അതുപോലെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കാം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഡിസ്കഷൻസ്. അതായത് നമ്മൾ ഏതൊരു എക്സാം എടുക്കുകയാണെങ്കിലും, ഏതൊരു കോമ്പറ്റീവ് എക്സാം എടുക്കുകയാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു സെയിം പാറ്റേണിൽ ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ആ ഒരു സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇനി സ്മാർട്ട് ഷോർട്ട് ട്രിക്സ് ഫോർ ഫാസ്റ്റർ സോൾവിങ്. ഓക്കെ, മെയിനായിട്ട് എടുക്കുകയാണെങ്കിൽ മാത്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി മാത്സിൻ്റെ ക്ലാസ്സൊക്കെ ഒരുപാട് കണ്ടുള്ളതായിരിക്കും അല്ലേ? എങ്ങനെയാണ് നമ്മൾ മാത്സ് സോൾവ് ചെയ്യുന്ന അപ്രോച്ച്, കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുപോലെ ഏറ്റവും പെട്ടെന്ന് ഒരു ക്വസ്റ്റൻ എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം. ടൈം എന്നൊരു സംഭവം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ പറ്റും, എല്ലാ കഴിവ് നമുക്കുണ്ട്. പക്ഷേ ടൈം എന്നൊരു സാധനം ഉണ്ട് അല്ലേ? അപ്പോൾ ഇന്ന ടൈമിൽ കുറച്ച് ടൈമിൽ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റൻ തന്നിട്ട് ഒരുപാട് നേരെ ഇരുന്നിട്ട് ആ ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു ടൈം ലിമിറ്റിൽ ഒരു ടൈം ബൗണ്ടറിയിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതെങ്ങനെ ഒരു ക്വസ്റ്റൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ഷോർട്ട് ആക്കി അതിനെ ആൻസർ ചെയ്യണം എന്നുള്ള സ്മാർട്ട് അപ്രോച്ച് ട്രിക്സുകൾ എന്തായിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇടുന്നതായിരിക്കും. റിവിഷൻ ഓറിയന്റഡ് സെഷൻസ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇനി നമുക്ക് പുതുതായിട്ട് ടോപ്പിക്ക് പഠിക്കാനോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു കാര്യം, നിങ്ങളിപ്പോൾ ഒരുപാട് കണ്ടന്റ് കാര്യങ്ങളൊക്കെ പഠിച്ച് വെച്ചിരിക്കുക. അപ്പോൾ മനസ്സിൽ എന്തായിരിക്കും, ആ കണ്ടന്റ് റിവിഷൻ ചെയ്യുക. ഓക്കെ, ആ ഒരു കോണ്ടന്റ്സ് എന്താണ്, ഇപ്പോൾ GK കാര്യമാണെങ്കിലും റീസണിംഗ് ആണെങ്കിലും മാത്സ് ഒക്കെ ആണെങ്കിലും ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്തായിരിക്കും ഒരു റിവിഷൻ പോലെ. അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും കൂടെ ഇൻബിൽറ്റ് ചെയ്ത് ഒരു ചെറിയ റിവിഷൻ സെക്ഷൻ പോലെ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ മെമ്മറി ട്രിക്സ് ആൻഡ് നിമോണിക്സ്. ഓക്കെ, ഓൾറെഡി പറഞ്ഞാലും നമ്മൾ ജനറൽ നോളജ് സെഷൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലേ? അപ്പോൾ അതിനകത്ത് എങ്ങനെയൊക്കെ ഒരു കോഡ് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അതിനെ ഒരു നെമോണിക്സ് വെച്ച് കണക്ട് ചെയ്ത് വെക്കുക. അങ്ങനത്തെ ഒരു ട്രിക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം എക്സാം സമയത്ത് നമുക്ക് കുറച്ച് പ്രശ്നമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു കാര്യം ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി കാണും. അപ്പോൾ അങ്ങനെ സമയത്താണ് നമ്മൾ പെട്ടെന്ന് ഒരു ക്യാച്ച് ആയിട്ട് ഇത് ക്യാച്ച് ചെയ്ത് അത് പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കുറച്ചൊരു ഷോർട്ട് ട്രിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ നോക്കിയും എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻസ് ആൻഡ് ഡിസ്കഷൻസ്. അതായത് ഇനി വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, കാരണം RRB നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷൻ ഉണ്ട്. അത് മാത്രം ഫോക്കസ് ചെയ്യാൻ പോരാ. വരാൻ സാധ്യതയുള്ള ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് റെയിൽവേ എക്സാംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ LP ടയർ 1 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതിന് മുമ്പ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഉണ്ട്, 2020 എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഒക്കെ എടുത്തിട്ട് നമുക്കൊരു അനലൈസ് ചെയ്തതിന് ശേഷം ഇനി വരാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് വെച്ച് ഇനി NTPCക്ക് ഇത് വരാൻ ചാൻസ് ഉള്ള, എക്സ്പെക്റ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഹൈലി സാധ്യതയുള്ള ക്വസ്റ്റൻസ് അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് എങ്ങനെ ഡിസ്കസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ മിക്സ്ഡ് കോൺസെപ്റ്റ് ഡ്രിൽസ്. അതായത് നമ്മൾ ജനറൽ നോളജ് എടുക്കുകയാണെങ്കിൽ മിക്സ്ഡ് ആയിട്ട് ജനറൽ നോളജ് മാത്രമല്ല, ജനറൽ നോളജും റീസണിങ്ങും മാത്സും ഒക്കെ നമ്മൾ മിക്സ്ഡ് കോൺസെപ്റ്റ് ഡ്രിൽസ് ആയിരിക്കും. അതായത് എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഏറ്റവും മീൻസ് ചോദിക്കാൻ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഗ്രാസ്പ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ മിക്സ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ ജനറൽ നോളജ് ആണെങ്കിൽ നമ്മൾ നോർമലി ഇതാണ് എല്ലാ സബ്ജക്റ്റിൽ നിന്നും എടുത്തിട്ട് അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ PYQ ആയിട്ടും അല്ലാണ്ട് പുതിയ എക്സ്ട്രാ നോട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്തായിരിക്കും നമ്മൾ ഈ കംപ്ലീറ്റ് ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അടുത്ത നെക്സ്റ്റ് 2 വീക്കുകൾ എന്താണ് 2 വീക്കുകൾ കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവ് സെക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് ജസ്റ്റ് അറിയിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ കഴിഞ്ഞ ലൈവുകൾ കാര്യങ്ങളൊക്കെ കണ്ടവർക്കറിയാം, നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവിൽ പങ്കെടുക്കുക. ഓക്കെ, താങ്ക് യു.